ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2024 ഡിസംബർ 31 നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണിത് പോകാൻ പോകട്ടെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കുടുത വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കുടുത. പിന്നെ അതേപോലെ തന്നെ ചെമ്മീനും ഞണ്ടും കൂന്തളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കിളിമീനും. അപ്പോൾ കുടുത കിട്ടിയിട്ടുണ്ട്. ഇതായിട്ട് നമ്മൾ മീൻ കൂട്ടാൻ വെക്കുക, വറക്കുക എന്നുള്ള പ്ലാനിലാണ്. നീൽച്ചാൻ്റെ അച്ഛനും കൂടിയിട്ട് പീടിയെ പോയിരിക്കുകയായിരുന്നു, പലചരക്ക് പീടിയെ പോയിരിക്കുകയായിരുന്നു. കാരണം നാളെ 1-ാം തീയതി ആയിട്ട് ഇനി അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാണ്. മുട്ടയുമായി അമ്മയും ചേച്ചിയാണെങ്കിൽ വെയിൽ 2 ദിവസമായിട്ട് ഭയങ്കര കുറവാട്ടോ. അപ്പോൾ ഒന്ന് തെളിഞ്ഞപ്പോഴേക്കും ഡ്രസ്സുകളുണ്ട്, കുറച്ച് പച്ചപ്പ് മാറാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മൾ ആ ഷീറ്റിൽ പിരിച്ചിടും. ഇവരുടെ പുൽപ്പായും ഇവരുടെ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നിവർത്തിയിടും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും, പപ്പടം പോലെ ഉണങ്ങി കിട്ടും നമുക്ക് ഡ്രസ്സുകളെല്ലാതും. പെയിൻറ്റും പാട്ടരല്ലത് നമുക്ക് പണി കൂടാ. ക്ലീൻ ചെയ്തെടുക്കണ്ടേ? പച്ചക്കറി ചേട്ടനാണെങ്കിൽ പെയിൻറ്റും പാട്ടൊക്കെ വൃത്തിയാക്കാട്ടോ. അതിൽ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട്. കാരണം ഗ്രോ ബാഗിനേക്കാളും കുറച്ചുകൂടി നല്ലത് പച്ചക്കറി ഇങ്ങനത്തെ പാട്ടുകളാണ് ചേട്ടനോട് ആരും പറഞ്ഞിട്ടുണ്ട്. അതിന് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്, അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ എന്തായാലും അതവിടെ നടക്കട്ടെ. നമ്മുടെ പിള്ളേരാണെങ്കിൽ പുറത്ത് അഴിച്ചു വിട്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക, കിടന്ന് മെയ്യാണ്. 3 എണ്ണത്തിന് ഒരു കൺട്രോളില്ലാണ്ട് കിടന്ന് മെയ്യാണ്. ഹലോ ഹലോ പറഞ്ഞേ, ഹലോ ഹലോ ഹായ്. കീത്തു ഉച്ചക്കുള്ള മീൻകറി ആയിട്ടുണ്ട്, പുഴുക്കായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതേ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറുക്കിലുള്ള കണ്ണങ്കായുടെ പൊടി കഴിഞ്ഞു, തീർന്നു. 2 ദിവസം പറയുന്നു. ഒരാഴ്ചയെങ്കിലും പിടിക്കും ഒന്ന് ഉണങ്ങിക്കിട്ടെ. എടാ, ഇതിനൊന്നും ഒരാഴ്ച വേണ്ട സമയം. നമുക്ക് വേറെ 5-8 മണിക്കൂറുണ്ടെങ്കിൽ സാധനം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. കായക്കോട്ടെ, എന്ത് സാധനങ്ങൾ, വെജിറ്റബിൾസ്, എന്ത് സാധനം നമുക്ക് ഉണക്കണോ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് ദേ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അഗാരോടെ റീഗൽ ഫുഡ് ഡീഹൈഡ്രേറ്റർ. ഈ കാണുന്ന മൗണ്ടഡ് ഫാൻ ആണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഈ കാണുന്ന 5 ട്രേയും അതിന്റെ ഉൾവശം വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് നമുക്ക് തുരുമ്പ് എടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും പേടിക്കൊന്നും വേണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അതിന്റെ വലിയ നിലത്ത് വീണ പൊട്ടിയോ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് 1-2 ട്രേ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും കട്ട് ചെയ്യുമ്പോൾ അധികം തിക്നെസ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ. ഈ കാണുന്ന കൺട്രോൾ പാനലിൽ സ്റ്റോപ്പും അതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണും ഉണ്ട്. പിന്നെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ ഫ്രൂട്ട്സിനും വരുന്ന ടൈമർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ കാണുന്ന യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ഒരു കായാണ് കേട്ടോ ഡീഹൈഡ്രേറ്റ് ചെയ്ത് നോക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. സാധാരണ രീതിയിൽ നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കുന്നത് അതിനേക്കാളും നന്നായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആവുമോ എന്നുള്ള കാര്യം നോക്കാമല്ലോ. അതിൻ്റെ കൂടെ ഒരു സവാളയും അതേപോലെ തന്നെ ക്യാരറ്റും ഉണ്ട്. നമ്മൾ എന്തായാലും ചെയ്ത് നോക്കില്ല, ഇതും എത്രത്തോളം നല്ല രീതിയിൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കുള്ളൂ, ഇലക്ട്രിസിറ്റി കൺസംഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ടൈമർ വരുന്നത് 30 മിനിറ്റ് തുടങ്ങിയിട്ട് 48 മണിക്കൂർ വരെ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ വരുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് തുടങ്ങിയിട്ട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിതിപ്പോൾ 8 മണിക്കൂറാണ് ഇട്ടിട്ട് ചെയ്തത്. നമുക്കിനി ഇതെല്ലാം ഒന്ന് പൊടിച്ച് നോക്കാം. നമ്മൾ പൊടിക്കാനായിട്ട് അഗാരോടെ മിക്സിയാണ് നമ്മളിലുള്ള എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ ഗ്രൈൻഡറിലിട്ട് സംഭവം ജസ്റ്റ് ഒരു 30 സെക്കൻഡ് പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് തിരിക്കുക, സംഭവം റെഡി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കായപ്പൊടി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം ഉണക്കിയെടുക്കുന്ന അതേ ഫീൽ തന്നെയാണ് സംഭവം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ അഗാരോടെ ഫുഡ് ഡീഹൈഡ്രേറ്റർ ഇത്ര ഉള്ളൂടെ സംഭവം. കാണാൻ ചെറുതാണെങ്കിലും നല്ല അടിപൊളി യൂസേജ് ആണ്. നമുക്ക് എന്തായാലും നല്ല യൂസേജ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ പ്രൊഡക്റ്റ് ഞാൻ ടാഗും ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ തുടർന്ന് വീഡിയോ കാണാം. നമ്മുടെ മീൻ കൂട്ടാൻ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. കൊടുത്ത് അതേപോലെ തന്നെ മീൻ വറക്കാനും തേച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ
ഇട്ടിട്ട് അരപ്പ് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മീൻ കുടുതയാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കത് കൂടാണ്ട് പച്ചപ്പയറുണ്ട്, അതും നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് പൊട്ടിച്ച പയറാണ്. ഇത് അച്ഛൻ വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, കാരണം നമ്മളൊരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തേക്കൊക്കെ ഒരുമിച്ചെടുക്കുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തരുന്ന സാധനങ്ങളാണ് കേട്ടോ പഞ്ചസാര, പരിപ്പ്, കടല. കാരണം ഇത് ഒന്നരാടെന്നുള്ള പഞ്ചസാര എന്നും വേണം. പിന്നെ പരിപ്പ് കടലൊക്കെ നമ്മൾ ഒന്നരാടെന്നുള്ള രീതിയിൽ ഒരു പുഴുക്കൊക്കെ വെക്കാനും അതും വേണം. പിന്നെ ഏറ്റവും കൂടുതൽ ഓയിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തരും കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങൾ ചെറുതായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എനിക്കും അഞ്ചു ചേച്ചിയും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകണം, വേറെ ഒന്നിനല്ല, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ ദിവസത്തേക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. ഇത് അഞ്ചു ചേച്ചിയുടെ ഡ്രസ്സാണ്, അഞ്ചു ചേച്ചി ന്യൂ ആണത്, എന്നോട് ഇട്ടോക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്കിനി നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, അതിട്ടിട്ട് ഷോർട്സ് ഉണ്ട് എനിക്ക്, ഇതിൻ്റെ നൈസ് ആയിരുന്നു കിട്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് സമയം 12:30 ആവുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഫുഡ് കൊടുത്തിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുള്ളൂ. ഇപ്പോൾ പാല് കുടിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കില്ല. ഞാനിപ്പോൾ എന്തായാലും റെഡി ആവട്ടെ. കിട്ടിയ അവസരം എന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും പോകാൻ വിചാരിച്ചു കേട്ടോ. ചേച്ചി ഒരുപാട് നാളായി വണ്ടി എടുത്തിട്ട്, അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. കറക്കൊന്നുമില്ല, പോയി മരുന്ന് വാങ്ങിക്കാൻ സംഭവം അത്രേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എന്നും എൻ്റെ വെയിറ്റ് കണ്ട് ഞെട്ടാറുണ്ട്. എന്നും ഞാൻ നോക്കും, ഇന്നതേ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയിട്ട് 47-200 ഉള്ളൂ കേട്ടോ. അതായത് ഭയങ്കര ഷോക്കാണ്. ഉച്ചയ്ക്ക് ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കും, വൈകുന്നേരം കുറച്ച് രീതിയിൽ ഫുഡ് കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഫുഡ് അടി ഭയങ്കര കുറവാണ്. ഉണ്ണികളുടെ പാല് തിളപ്പിച്ചതിന് ബാക്കി ഞാൻ കുടിക്കും. അത് എനിക്ക് വേണ്ടി തിളപ്പിച്ച് കുടിക്കാനായിട്ട് എനിക്ക് കുറച്ചും മടിയാണ്. ഒരവസരം ഞാൻ പഴമൊക്കെ കഴിച്ചിരുന്നു, ഇപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. പഴമൊക്കെ കഴിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്, അതാണ് പ്രശ്നം. എല്ലാം ഭയങ്കര ആഗ്രഹമാണ് വണ്ണം വയ്ക്കുന്നതൊക്കെ, പക്ഷെ അതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻകൂട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനും ചേച്ചിയും കൂടി പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ എന്തായാലും ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്, നിഖിൽച്ചേട്ടൻ്റെയും നിതീഷേട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ. കാരണം എപ്പോഴും ഇവരല്ല പുറത്തേക്ക് പോകാറും ഒരു ആഗ്രഹം, അതായത് ഈ വർഷത്തെ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫിഷ് ടാങ്ക് ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീനും വാങ്ങിക്കണം, അതാണ് എൻ്റെ മെയിൻ ഐഡിയ, വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ മീൻ വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ മരുന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ സെറ്റ്, വേറൊരു കാരണം കൂടി ആയാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേ അമ്മ മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മരുന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ ATM നിന്ന് പൈസ എടുക്കണം. പൈസ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം, പിന്നെ എനിക്ക് മീമി വാങ്ങിക്കണം. രാഗം പോയിട്ട് വരാം. അച്ഛനോട് പോയി വീട്ടിലുള്ള എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പറയാത്തതാണ് പുറത്ത് പോവാ, വണ്ടി എടുത്ത് പോകാമെന്നൊക്കെ. അപ്പം ഈ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു ടെൻഷനായി. പിന്നെ ആരും നോ പറയാത്തതുകൊണ്ട് നോ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ചേച്ചി കുറച്ച് നാളായി വണ്ടി എടുത്തിട്ട് പേടിയൊന്നുമില്ലല്ലോ. വളരെ പതുക്കെ പോയാൽ പേടിയുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പോയാൽ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചല്ല, ഞാൻ ദൈവം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം നമ്മളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പേടിക്കുന്ന സഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അഞ്ചു ചേച്ചി വണ്ടി എടുത്തിട്ടില്ല. 1-2 പ്രാവശ്യം മാത്രം പാറുവിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ കൈസ് എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടത് ആരും വിലയിരുത്താൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതല്ല, ഇതിനപ്പുറം ചുമ്മാ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഞാൻ കാണിക്കും. കഴിഞ്ഞ പറഞ്ഞ വീഡിയോസിൽ എന്തോ കാണിച്ചു പറഞ്ഞിട്ട് ഭയങ്കര തലകൊക്കെയായിരുന്നു. ഞാൻ എനിക്ക് കംഫർട്ടായ ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്തും കാണിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളിതേ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അഞ്ചു ചേച്ചി ഞാൻ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റും കൊടുത്ത് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പാമ്പേഴ്സൊക്കെ നോക്കുക
പറയുന്നത്. കാരണം 52 പാമ്പേഴ്സിന് 12 എക്സ്ട്രാ പാമ്പേഴ്സ് ഫ്രീ ആന്നൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പോരാൻ നേരത്തെ തന്നെ വില ചോദിക്കാനും മറന്നുപോയി. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പം അരിയും പഞ്ചസാരം അതിലുപരി ഏറ്റവും കൂടുതൽ തീരുന്നത് പാമ്പേഴ്സാണ്, പിള്ളേരെ സാധനങ്ങളാണ്. ലോഷനൊക്കെ പിന്നെയും കുറച്ച് നാളെങ്കിലും നിൽക്കും, പക്ഷെ പാമ്പേഴ്സ് ഒരു 3 പേരും മത്സരിച്ച് യൂസ് ചെയ്യണം. അതുകൊണ്ട് എന്താ പറയുക, പെട്ടെന്ന് തീരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ ലിസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാട്ട്. ഞങ്ങൾ മാത്രമേ കസാരയിൽ കയറി കുത്തിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് ആരെങ്കിലും അതെന്തെങ്കിലും പറയുമെന്ന്. ലാസ്റ്റത്തെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ട് നമ്മളിനി അടുത്തത് നമ്മൾ ATM കയറണം കേട്ടോ. ATM വരുന്ന വഴി ഒരു കടയിൽ നോക്കിയപ്പോൾ അത് അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സോറി കൈസ്, അതിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എസംബറത്തെ വേറൊരു ATM കയറാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഈ വണ്ടിയും കൊണ്ട് പോകണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് ചെറിയൊരു പേടി ആയതുകൊണ്ട് വണ്ടി ഞങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അഞ്ചു ചേച്ചിക്ക് ഒരു സംഭവം വാങ്ങിക്കേണ്ടായിരുന്നു, വിഭാ ക്രീം എന്ന് പറഞ്ഞിട്ട്. ചേച്ചി മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിറച്ച് കറുത്ത കളർ വീണുകൊണ്ട് ആ ഒരു ക്രീം, കോട്ടയ്ക്കൽ ഔഷധശാല ആ ഒരു ക്രീം, വിഭാ ക്രീം, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അടുത്ത നമ്മൾ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഞാൻ എന്തിനാണ് വന്നത് അതിന് വേണ്ടിയിട്ടാണ് പോണത്, മീൻ വാങ്ങിക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു കടയിൽ തന്നെയാണ് വരാറ്, പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ച് വളച്ചൊക്കെ വരേണ്ടി വന്നു. കാരണം ഞാൻ അച്ഛനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കടയ്ക്ക്. ഈ പൊടി പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെ അവർ ഓൾറെഡി കട ഷിഫ്റ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഇപ്പുറത്തെ കട കുറച്ച് എന്താ പറയുക പകുതി അടച്ചിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ കട. പെട്ടെന്ന് മനസ്സിലാവില്ലടാ എന്തുവാടേ സാധനം മനസ്സിലാവുന്നുണ്ട്. ഇവരപ്പുറത്ത് തന്നെ പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പരിപാടിയിലാണ്. അപ്പോൾ അധികം മീനൊന്നും ഇറക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കും കട പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ മറ്റേ കാണാത്ത ലോകത്ത് ചെന്ന പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്വേറിയം ഷോപ്പ്, അതേപോലെ തന്നെ പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം, ചേട്ടാ അപ്പോൾ ടാങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാവാത്ത മീനായിരിക്കണം. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ തേച്ചിട്ടില്ല ഗീത്തു. ഞാൻ ഈ കാർപ്പ്, അതേപോലെ തന്നെ ഗോൾഡ് ഫിഷ്, അങ്ങനത്തെ ഏഞ്ചൽ അതൊക്കെ വാങ്ങിച്ചിട്ടായിട്ട് ടാങ്കിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാവും കേട്ടോ. അതായത് കുറച്ച് നാളെ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാവാത്ത മീനുകൾ ഈ ഫിഷ് മോളി, ബ്ലാക്ക് മോളീസ് ഒക്കെ ഇല്ലേ, ബലൂൺ മോളീസ്, അതൊക്കെ ആണെങ്കിൽ കുറേ നാൾ കിടന്നോളും. മറ്റേ പൂപ്പലും പായലൊക്കെ തിന്ന് അതിൽ തന്നെ പാറ്റി കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കോളും. അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക അങ്ങനത്തെ മീനുകളാണ്. അതുപോലെ തന്നെ സാരിവാലൻ, കെപ്പിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ സാരിവാലനും കെപ്പിയൊന്നും ഇപ്പോൾ ഇറക്കണില്ല എന്നാണ് പറഞ്ഞത്, ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് മീനുകൾ ആക്ച്വലി അത് പാറ്റിയതായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായതായിരുന്നു. പക്ഷേ മഴക്കാലം വന്നപ്പോൾ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് ചാടി കുറേ എണ്ണമൊക്കെ ചത്തുപോയിട്ടോ. പക്ഷെ മീൻ കുറവില്ല. എന്തിനേക്ക് ആക്ഷേപിക്കണം വലിയ സാധനം. അതെല്ലാം ഐറ്റംസ് അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. വല്ല വെറൈറ്റി ഒന്നും വാങ്ങിച്ചില്ല. മറ്റേ ഞാൻ മോളീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സക്കറും പിന്നെ മറ്റേ ഫ്ലൂറസൻ്റെ പോലത്തെ കുറേ കളറുള്ള മീനുണ്ടാവില്ലേ, പിങ്ക് പച്ചയൊക്കെ പോലത്തെ. അതിലൊരു ഓൾറെഡി എനിക്കൊരു പച്ചയുണ്ട് ഫിഷ്, അപ്പം അതിന് വേറെ പച്ചനെ കൂടി വാങ്ങിച്ചു. പിന്നെ അതേ ഞങ്ങളുടെ അമ്മായിയുടെയും മാമൻ്റെയും കടയിലാണ്, കൊച്ചായാലും മാമൻ്റെയും കടയിലെത്തിയിട്ട് ഒരു ഉപ്പ് സോഡ കുടിക്കാൻ വിചാരിച്ചു. കാരണം വേറെ ഒന്നല്ല, പുറത്തേക്ക് ഇറങ്ങിയതല്ല, ഒരു സോഡയെങ്കിലും കുടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ കൊച്ചായി ഞങ്ങൾക്ക് സോഡ എടുത്തരാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു സർബത്ത് പറയാമെന്ന്, പിന്നെ വേണ്ട വിചാരിച്ചു. 5 ആണെങ്കിൽ അപ്പുറത്ത് അച്ചാർ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട്. നമ്മുടെ വീട്ടിൽ 2 തരം അച്ചാറുണ്ട്, കരുനാരങ്ങ അച്ചാർ. ഒരെണ്ണം എന്തോ അമ്പലത്തിൽ നിന്നും, പിന്നെ ഒരെണ്ണം ഈ പറഞ്ഞ പോലെ നമ്മുടെ പാറൂസിൻ്റെ നമ്മുടെ കാശുകൂട്ടൻ്റെ എങ്ങാണ്ട് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പം അത് പോരാഞ്ഞിട്ട് വേറൊരു
ഇതിൻ്റെ ഇടയ്ക്ക് നീൽച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, പേടിയായിട്ടാണ് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയെന്നാ പറഞ്ഞത്. അപ്പോൾ പിള്ളേരാരും ഉറങ്ങിയിട്ടില്ലേ. അമ്മ ചോറ് കൊടുത്തു എന്ന് പറഞ്ഞു. കാശിക്കൂട്ടിനും നമ്മളെ അല്ലുക്കുട്ടൻ ഞാൻ വന്നിട്ട് കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നും കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിച്ചു. പിന്നെ ചേച്ചി ചോറിനായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുശാലാണ്. അച്ചാറ്, മീൻകൂട്ട, മീൻ വറുത്തത്, അതേപോലെ തന്നെ പയറുണ്ടായിരുന്നു, പച്ചപ്പയർ ഒലത്തിയതായിട്ട്. അപ്പോൾ ഞാനതെടുത്തില്ല, എനിക്കതത്ര വലിയ താല്പര്യമില്ല. ഇതുണ്ടല്ലോ ആവശ്യമായിട്ട് ഇത് ധാരാളം. അങ്ങനെ ഇരുന്ന് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ചാണ് ഈ ഒരു വർഷത്തെ ലാസ്റ്റ് ഊണ് ഞങ്ങൾ കഴിക്കുന്നത്. അത് കുറച്ച് നിർബന്ധമായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ അതിന് പറ്റിയില്ല. ഞങ്ങൾ വരുന്നേക്കാളും മുന്നേറ്റ് അച്ഛൻ കഴിച്ചു. ഞങ്ങൾ വന്നതിന് ശേഷം നീൽച്ചേട്ടനും അതേപോലെ തന്നെ അമ്മ ഇരുന്ന് കഴിച്ചിട്ട്. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ഇത്ര അധികം ഉണ്ടാണേക്കാളും മുന്നേ എല്ലാവരും ഒരുമിച്ചിരുന്ന എല്ലാ നേരത്തെ ഭക്ഷണങ്ങളും കഴിച്ചിരുന്നത്. പിന്നെ അതിനെ പറ്റാണ്ടായി. കാരണം പിള്ളേരെ നോക്കണം, ഒരാളെന്തായാലും പിള്ളേരെ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ അവർ വലുതാവും തോറും അവർ കുറുമ്പുകളൊക്കെ കൂടി വരാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ 2024 ഡിസംബർ ലാസ്റ്റത്തെ വീഡിയോ ആട്ടോ. നമ്മൾ വീഡിയോ ഇടുക 2025 അതായത് നാളെയാണ് വീഡിയോ ഇടുക. അപ്പോൾ വളരെയധികം സന്തോഷം. ഈ ഒരു വർഷം നമ്മുടെ കൂടെ ഒത്തിരി നല്ല പുതിയ സബ്സ്ക്രൈബേഴ്സ്, നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ നിന്നു. നമ്മുടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്ന് ചേർത്ത് പിടിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ എന്താ പറയുക ഡിഗ്രേഡ് ചെയ്യുന്ന കുറച്ച് പേരും ഉണ്ട്. അവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വർഷവും നല്ല രീതിയിൽ നമ്മൾക്ക് നമ്മുടെ 2 ചാനലും, നമ്മൾ 4 ചാനലുണ്ട്, സബ്ബായിട്ട് 2 എണ്ണം കൂടി ഉണ്ട്. നമ്മുടെ PK കപ്പിൾസും ട്വിൻ സ്റ്റാർസും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോൾ നമുക്ക് 4 ലക്ഷത്തി അതായത് 5 ലക്ഷം ആവാൻ പോകണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അത്രയും ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ ഒത്തിരി എന്താ പറയുക നെഗറ്റീവ്സും അതേപോലെ തന്നെ എന്താ ട്രോളും പോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ വർഷവും ഉണ്ടായിരുന്നു. സ്വാഭാവികം, അതൊക്കെ നല്ല രീതിയിൽ ആ സമയത്ത് കുറച്ച് വിഷമമാണെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസം, ആ ഒരു രസമല്ല, ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ എന്താ പറയുക അതും നമ്മൾ കടന്നുപോയി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു വർഷമായിരുന്നു. എല്ലാവർക്കും ഇനി വരാൻ പോകുന്നത് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും തുടങ്ങുന്നതിന് മുന്നായിട്ട് കുറേ ദൃഢപ്രതിജ്ഞയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് നല്ല ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നുമില്ലെങ്കിലും എന്താ പറയുക നല്ല മൈൻഡോടുകൂടി ഇരിക്കുക, എല്ലാവർക്കും നല്ലത് ചെയ്യാം, നമ്മൾ ഓക്കെ ഇരിക്കുക, നമ്മൾ ആരെയും ദ്രോഹിക്കാതെ ഒന്ന് ഇരിക്കുക നമ്മുടെ മനസ്സുകൊണ്ടും. അപ്പോൾ തന്നെ നമുക്ക് നല്ലത് ദൈവം തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞങ്ങളുടെ ഒരു വിശ്വാസം. ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒന്നിനൊന്നും പോകണില്ല. അപ്പോൾ നമ്മൾക്കും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും വിശ്വസിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടണം. അതായത് നമ്മൾ ഡിസംബർ ലാസ്റ്റത്തെ 31-ാമത്തെ ലാസ്റ്റത്തെ വീഡിയോ എന്തായാലും പോകണം എന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ആക്കി എടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ചെക്കന്മാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, 3 പേര് ഉറങ്ങിയിട്ടുണ്ട്. 5 ചേച്ചി അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്, അമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ എന്തായാലും താഴത്ത് കിടക്കാൻ സ്ഥലത്തോടെ മുകളിൽ റൂമിൽ പോട്ടെ. നീൽച്ചേട്ടൻ ഒരു വർക്ക് വന്നിട്ട് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് ചേട്ടൻ പണിക്ക് പോയി, അച്ഛൻ്റെ പാറൂസിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം കാണാം. ടാറ്റ, ബൈ, സീ യു.